പ്രിയ ഭക്തരെ, ഇന്ന് ഞങ്ങളുടെ ടീം ഒറ്റപ്പാലം പൂഴിക്കുന്ന് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലാണ്. അവിടെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം നടക്കുന്നു. 2024 നവംബർ 23 മുതൽ നവംബർ 30 കൂടിയുള്ള ദിവസങ്ങളിലാണ് സപ്താഹം നടക്കുന്നത്. 1200 വൃശ്ചികം 8 മുതൽ 15 വരെ. ഭാഗവത ഗായക ശിരോമണി ബ്രഹ്മശ്രീ തെക്കേടം നാഗരാജൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലുള്ള സപ്താഹയജ്ഞമാണ് ഈ ദിവസങ്ങളിൽ നടക്കുന്നത്. സഹയജ്ഞാചാര്യന്മാർ ശ്രീ മങ്ങത്തായ പ്രശാന്ത് നമ്പൂതിരി കോഴിക്കോട്, ശ്രീ രാജേഷ് രാമയ്യർ കോഴിക്കോട് എന്നിവരാണ്. സപ്താഹ പരിപാടികൾ ഞങ്ങൾ ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്നു. ആദ്യത്തെ ഭാഗം നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു. ഈ ഭാഗത്ത് രുക്മിണി സ്വയംവര ഘോഷയാത്ര നിങ്ങൾക്ക് കാണാം. അനുബന്ധ ഭാഗവത പാരായണവും. തുടർന്നുള്ള പരിപാടികൾക്ക് വേണ്ടി കാത്തിരിക്കുക. ഹരി ഓം. ശരിക്കും പറ്റും.
देवतावगे शास्त्रबंधुलंगेशानु विक्रम विरागत संदर्शनादे आमश्यमानानाराजहि जग्नु कायगलन्नः प्रेदुशिलां सरदनां विश्वं गुणां भूयसकुण्डले किरीटां स्वष्टिशां जीवोदिशा हस्तास्तासिकेशोगर विश्वासां प्रभावगतवं दया विश्वाश्वगनागोष्ठगम कुजलं जुजा हन्नमानप्रदानेका वृष्टिभरितयां चतुराजानं महाजग्मोजरात्मकरस्तराः शिशुपालसमन्वितकरुणाहनिवादनष्टपुषणगोसां शिशुवदनं भोगोर्जागोरागैक्यवर्तनसमदनीत्यज തലനിരക്കിൽ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇപ്പോഴല്ല അതിരിക്കും എല്ലാവരും കസേരയിലിരിക്കും വിദഗ്ധമാനത്തിൽ വിശ്വാസമാനത്തിൽ ഗോവിന്ദൻ ദൃഷ്ടുകൃഷ്ണേന്ദ്രാഹൃഷ്യാസൂദ്രം ജഗ്നീകൃഷ്ണൻ വിശ്രീ അഹജാത്രക്ഷണം ദിഷ്ടയുധൂനാകുലവംസനപ്രയാസി സ്വസാരം മേ മുഷിത്വാധ്വാക്ഷവൽഹരി ഹരിഷേദ്യമദം മന്ദമാനകുലയോധനായാമേഹദോമാഹി ശൈതം ധനാരികാ സ്വയം കൃഷ്ണോധനിക്ഷിത്വാശപിരുഭ്യാഗ്രഹണം അഷ്ടവേ ശകുനോ വാഹാദ്വാഭ്യാം സോദം ധ്വജം ദ്രിഭി സജാന്യധരജാകായ കൃഷ്ണം വിഭ്യാതപഞ്ചഭി തൈസ്താടദശരോഖേ സ്തൂജിച്ഛേദാഭ്യനഗച്ഛത പുനരന്യഭാതത്താതുതപ്യച്ഛനവ്യ ഹരികംപട്ടിശഞ്ചൂരം ധർമാസീശക്തദോമരോ യജ്ഞാവതമാതത്താകര സർവം ശോചനഭരി തദോരഥാൻ അവപ്രത്യഗമാനുജിഘാംസയാ കൃഷ്ണമഭദ്രവൽപിദ്ധപദം ദേവഭാവം തസ്യ ചാപുതഖഡ്ഗം ദൃഢശർമ്മജേഷു ഭീക്ഷിത്വാസി മാതദേത്മരുക്മിണം ഹം മുദ്ര ദൃഷ്ട്വാ ഭാഗവതോദ്യോഗം രുക്മിണീ ഭയവിഹ്വലാപതിത്വാ പാദോർഭദ്രുവാചാ കരുണം സതി യോഗേശ്വര
അപ്രമേയാത്മദേവദേവജഗൽപദേഹസി കല്യാണ ഭ്രാതരം മേ മഹാഭുജ ശ്രീ ശുഭകുവാച തയാ പരിത്രാസവികമ്പിനന്ദയാ ശുചാവശുഷ്യൻ മുഹുരുദ്ധകണ്ഠയാ ഗാദറ്റെ വിസ്രംസിതഹേമമാലയാ ഭേദപാദകരുണോ നിവർത്തത ശൈലേന ബദ്ധ്വാ തമസാതുകാരിണം സശ്മശ്രുകേശം പ്രഭവൻ വിരൂപൈ താവൻ മമർദു പരസൈന്യമദ്ഭുതം യദുപ്രവീരാനളിനീം യഥാ ഗജാഃ കൃഷ്ണാന്തികം ഉപമൃജ്യാം ദൃശു തത്ര രുക്മിണം തഥാ ഭൂതം ഹതപ്രായം ദൃഷ്ട്വാ സംകർഷണോ വിഭു വിമുച്ഛബദ്ധം കരുണോ ഭഗവാൻ കൃഷ്ണമബ്രഹതി അസാധ്യതയാ കൃഷ്ണാകുതമസ്മജ്ജുപ്സിതം വപനം ശ്മശ്രുദേശാനാം വൈരൂപ്യം സുഹൃതോമധമൈവാസ്മാൻ സാഭ്യാസൂയഥ ഭ്രാതൃവൈരൂപ്യചിന്തയാ സുഖദുഃഖതോം ജന്യോസ്തീയത സ്വകൃതഭുക്പമാൻ ബന്ധുർവതാരകദോഷോപി ന ബന്ധോർവദമർഹതി ത്യാജ്യസ്വേനേവ ദോഷേണ ഹതക്കിം ഹന്യദേവന ക്ഷത്രിയാണാമയം ധർമ്മപ്രജാപതിവിദംഗതഃ ഭ്രാതാവിഭ്രാതരംഹന്യായം ഭോജതരസ്സദഃ രാജ്യസ്യ ഭൂമേർവിത്തസ്യാസ്ത്രിയോ മാനസ്തേജസാമാന്യോന്യസ്യ വാ ഹേതോ ശ്രീമദാന്ധാക്ഷിബന്ധിഃ തവേം വിഷമാബുദ്ധിസ്രവഭൂതേഷു നിർഹൃതാം യന്മന്യസേ സദാ ഭദ്രം സുഹൃതാം ഭദ്രമഗ്നിവൽ ആത്മമോഹോമായ സുഹൃദുർഹൃദാസീനേത് ദേഹാത്മാനം ഏക ഏവ പരോഹ്യാത്മാ സർവേഷാമവിദേഹിനാം നാനേവ വിഹ്യതേ മൂഢേര്യഥാ ജ്യോതിര്യഥാമഭ ദേഹാദന്തഭാരേഷ ദ്രവ്യപ്രാണുടാത്മകാത്മന്യവിദ്യയാ സംസാരേതി ദേഹിനം നാത്മനോന്യേന സംയോഗോ യോഗശാസ്ത്രസഭേദത്വാൽ തൽപ്രസിദ്ധേഃ ദുർഗുരൂപാഭ്യാംധാരവേഃ ജന്മാദേസ്വദേഹസ്യ ക്രിയാത്മകുജിൽ കലാഹനാനുവനൈവേഹന്തോർഗൃഹസ്യ ഭൂരിവ യഥാശൈരാത്മാനം വിഷയാൻ ഫലമേവ അനുഭുക്തേപി അസത്യർത്ഥേ തഥാപ്നോത്യാബുദ്ധോ ഭവ തസ്മാൽ അജ്ഞാനദം ശോകം ആത്മശോഷ വിമോചനം തത്വജ്ഞാനേന നിർഹൃത്യ സ്വസ്ഥാ ഭവ ശുചിസ്മിതേ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ. എല്ലാവരും ഒന്ന് വായ തുറന്ന് പറയൂ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം നാരായണ 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 രാധാ ഗോവിന്ദ നാരായണ 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 രാധാ ഗോവിന്ദ വന്ദനങ്ങൾ ചെയ്തുകൊണ്ട് അംബുജാക്ഷി മാത്തോടുന്ന രാജകന്യയും ആടി മാർമാനോജ്ഞമാടി സാദരം വീടിച്ചുകൊണ്ടു കേളിയാടി മെല്ലെ മെല്ലെ മഞ്ജവാസിയായ ഭൂപ സഞ്ചരിച്ചു സാരസാക്ഷി നീ മോദാൽ പത്മനാഭനാശു ചെന്നു പങ്കജാക്ഷി മൗലി കണ്ടെ പാണി പങ്കജം പീഡിച്ചു ശാന്ത
ബലരാമസ്വാമിയുടെ വിവാഹം, ബലരാമസ്വാമി രേവതി ദേവി വിവാഹം ചെയ്തതായിട്ടുള്ള രംഗത്തെ വർണ്ണിച്ചു. അനേകം ദുഷ്ടന്മാരുടെ ഇടയിൽപ്പെട്ടതായിട്ടുള്ള രുക്മിണി ദേവിയെ ഭഗവാൻ എങ്ങനെയാണ് രാക്ഷസ വിധിപ്രകാരം വിവാഹം ചെയ്തത് എന്നുള്ള കഥ. എന്താണ് രാക്ഷസ വിധിപ്രകാരം വിവാഹം ചെയ്യാനുണ്ടായ കാരണം? ഭഗവാന് അങ്ങനെ വേണോ എന്ന് ചോദിച്ചാൽ അവിടെ രാക്ഷസ വിധി എന്ന് പറയാൻ കാരണം ശിശുപാലന് വിവാഹം നിശ്ചയിച്ചതായിട്ടുള്ള രുക്മിണിയെ ഭഗവാൻ കൈപിടിച്ചു കൊണ്ടുവന്നതിന്റെ പേരിൽ രാക്ഷസന്മാരുടെ സ്വഭാവമുള്ള ശിശുപാലാദികൾ പറഞ്ഞതാണ് എന്ത്? അവൻ രാക്ഷസനെ പോലെ രുക്മിണിയെ കൊണ്ടുപോയി. ശിശുപാലൻ പറഞ്ഞത് എന്റെ ഭാര്യയെ കട്ടുകൊണ്ടുപോയി എന്നാ, കല്യാണം പോലും കഴിഞ്ഞിട്ടില്ല, എന്നാലും ഭാര്യയെ കട്ടുകൊണ്ടുപോയി എന്ന് പറഞ്ഞ് ഹൃദധാരമിവാതുരം കരഞ്ഞുകൊണ്ടിരിക്കുന്ന ശിശുപാലൻ അനേകം ദുഷ്ടന്മാരുടെ ആ കയ്യിൽപ്പെട്ടതായിട്ടുള്ള രുക്മിണി ഭഗവാനെ ആശ്രയിച്ചതിന്റെ പേരിൽ കൈപിടിച്ച് ദ്വാരകയിലേക്ക് കൊണ്ടുവന്ന് വിവാഹം ചെയ്തതായിട്ടുള്ള രംഗം അതൊന്ന് വർണ്ണിച്ചു തരണേ എന്ന് പരീക്ഷിത് മഹാരാജാവ് പ്രാർത്ഥിക്കുകയാണ്. മാധ്വീർ ലോകമലാപഹ. ഭഗവാന്റെ ഓരോ കഥകളും നമ്മുടെ എല്ലാ മാലിന്യങ്ങളെയും ഇല്ലാതെയാക്കുന്നതാണ്. അതിനാണ് ശ്രദ്ധയോടുകൂടി കഥകളെ കേൾക്കുക,
ആ കഥകളെ കേട്ടുകൊണ്ട് മനോമാലിന്യങ്ങളെ ഇല്ലാതെയാക്കി ഭഗവാനിലേക്കുള്ള പ്രേമം രുക്മിണി ദേവിയെ പോലെ എങ്ങനെയാണ് ഉയർത്തിക്കൊണ്ടുവരേണ്ടത്? പരീക്ഷത്തിൽ ചോദിച്ചതാണ്, എങ്ങനെയാണ് രുക്മിണി ഭഗവാനെ അല്ലെ വരിച്ചത്? രുക്മിണി സ്വയംവരം എന്നാണല്ലോ. എങ്ങനെയാ ഭഗവാനെ കിട്ടിയത് രുക്മിണിക്ക്? ശിശുഗോപൻ മഹർഷി പറഞ്ഞു, വളരെ ചുരുക്കിക്കൊണ്ട് ആ രുക്മിണി സന്ദേശത്തോട് കൂടിയിട്ടാണ് രുക്മിണി സ്വയംവരത്തിലേക്ക് പ്രവേശിക്കുക. തന്നെ വിവാഹം നിശ്ചയിച്ച് നടന്നതായിട്ടുള്ള രുക്മിണി ദേവി തന്റെ അടുത്തെത്തിയതായിട്ടുള്ള ബ്രാഹ്മണന്റെ കൈകളിൽ കൊടുത്തയക്കുന്നതായിട്ടുള്ള രുക്മിണി സന്ദേശം, അത് തന്നെയാണ് ഭഗവാൻ ഉടൻ തന്നെ വന്ന രുക്മിണി ദേവിയെ കൈപിടിക്കാൻ കാരണമായിട്ടുണ്ടായത്. ഭഗവാനെ തിരിച്ചറിഞ്ഞവളാണ് രുക്മിണി എന്ന് ഭുവനസുന്ദരൻ എന്നുള്ള ആ നാമത്തെ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ രുക്മിണി ദേവി പറയുന്നു, എനിക്ക് മറ്റാരുമില്ല, അനന്യമായതുകൊണ്ടാണ് ഞാൻ ഭഗവാനെ ആശ്രയിച്ചിരിക്കുന്നത്. എല്ലാ കർമ്മങ്ങളെയും ഭഗവാനിലേക്ക് സമർപ്പിച്ചുകൊണ്ടാണ് ഞാൻ ശ്രീകൃഷ്ണന്റെയാണ് എന്ന് ഉറപ്പിച്ചത്. അതിന് 1000 ജന്മങ്ങൾ വേണ്ടി വന്നാലും എന്നാണോ ആ ശ്രീകൃഷ്ണ കരങ്ങളിലേക്ക് ഞാൻ എത്തിച്ചേരുന്നത്, അതുവരെ ഞാൻ കാത്തിരിക്കാം. ആ രുക്മിണി സന്ദേശത്തിൽ രുക്മിണി ദേവിയുടെ ആത്മസമർപ്പണം എങ്ങനെയാണ് തന്നെ വന്ന് കൈപിടിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞതിന് ശേഷം നരസിംഹമൂർത്തിയായിട്ട് ഭഗവാന്റെ മുമ്പിൽ സമർപ്പിതമായിരിക്കുന്ന എന്നെ ശിശുപാലനാകുന്ന കുറുക്കൻ മോഷ്ടിച്ചു കൊണ്ടുപോകാൻ ഇടവരാതെ എന്നെ അനുഗ്രഹിക്കണമെന്നൊക്കെ പറഞ്ഞുവെങ്കിൽ ഞാൻ ആ ജന്മങ്ങളൊക്കെ എടുത്തെടുത്ത് ആ ഭഗവാനിലേക്ക് എത്തിച്ചേരുന്നത് വരെ കാത്തിരിക്കും. അതാണ് സത്യം. ഞാൻ ഭഗവാന്റെയാണ്, എനിക്ക് മറ്റൊന്നും ആഗ്രഹമില്ല, മറ്റാരെയും ആശ്രയിക്കുന്നില്ല എന്നുള്ള ഭാവത്തിൽ ആ രുക്മിണി ദേവിയുടെ വാക്കുകളെ കേട്ടതായിട്ട് ഭഗവാൻ ബ്രാഹ്മണനോട് കൂടി ദ്വാരകാപുരിയിൽ നിന്നുള്ള വിദർഭയിലേക്ക് എത്തിച്ചേർന്നു. അപ്പോഴൊക്കെ അവിടെ സൈന്യസമേതം ബലരാമസ്വാമിയെ വന്നു ചേർന്നു. രാമകൃഷ്ണന്മാർ എത്തിച്ചേർന്നിട്ട് നടക്കുന്നതായിട്ടുള്ള സൈന്യങ്ങള് അവരെ യുദ്ധം ചെയ്തു തോൽപ്പിക്കാനുള്ള ഒരുക്കത്തിലായി. അതിനിടയിലാണ് രുക്മിണി ദേവി എഴുന്നള്ളി വരാറിനപ്പം പിന്നെ യുദ്ധം പുറപ്പെട്ട ആളൊക്കെ രുക്മിണി ഒന്ന് കാണാൻ വേണ്ടി നിൽക്കലായി. രുക്മിണി ദേവി പാർവതി പരമേശ്വരന്മാരെ പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ച് നമസ്തേത്വാംബികേ ഭീക്ഷണം സ്വസന്ധാനയുതാം ശിവാം ഭൂയാൽ പതിമേ ഭഗവാൻ കൃഷ്ണ തദനുമോദതാം. കുട്ടിക്കാലം മുതൽക്കുള്ള പ്രാർത്ഥനയുടെ ആ സാഫല്യത്തിൽ പാർവതി പരമേശ്വരന്മാരുടെ ആധാരബന്ധത്തിൽ നമസ്കരിച്ചുകൊണ്ട് രുക്മിണി ദേവി രാജവേദിയിലേക്ക് ഇറങ്ങിയതേ ഉള്ളൂ. എല്ലാവരും രുക്മിണിയെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. അതിനിടയ്ക്ക് രുക്മിണിക്ക് കാണാൻ ഒരാളേ ഉള്ളൂ, അതാരാ? ഭഗവാനെ മാത്രം. ഭഗവാനെ മാത്രം കാണണമെന്ന് വിചാരിച്ചുകൊണ്ട് തന്റെ കണ്ണൊന്നും ഉയർത്തിയുള്ളൂ. ഭഗവാനെ മാത്രം കാണേണ്ടി വന്നു. എന്താ കാരണം? ബാക്കിയുള്ളവർക്ക് രുക്മിണിയുടെ കണ്ണ് കണ്ട് ബോധം കിട്ടുകയുള്ളൂ. ആ കണ്ണിന്റെ സൗന്ദര്യം, കടക്കണ്ണിന്റെ സൗന്ദര്യം കണ്ട് ബോധം കിട്ടു വീഴാത്തവരായിട്ട് ആരുമില്ല. ഒരാള് വീണില്ല, അതാരാ? അച്യുതം. അത് വീഴ്ചയില്ലാത്തവനാണ്. മറ്റുള്ളവരൊക്കെ ഈ ലൗകിക സുഖഭോഗങ്ങളിൽ വീണവരാണ്. എന്നാൽ ഒന്നിലും ഭ്രമിക്കാത്ത, ഒരു മായയെ ബാധിക്കാത്ത ആ ശ്രീകൃഷ്ണ പരമാത്മാവ് മാത്രമല്ല, എല്ലാവരെയും മായാബന്ധങ്ങളിൽ നിന്ന് കൈപിടിച്ചുയർത്തുന്നതായിട്ടുള്ള അച്യുതനെ രുക്മിണി കാണുന്നു. ഭഗവാൻ കൈപിടിച്ച് തന്റെ നേരിലേറ്റി ഭഗവാന്റെ ഒരു ദർശനത്തോടു കൂടി എല്ലാവരും എഴുന്നേറ്റ് ബോധം കെട്ട് കിടന്നവരൊക്കെ എണീറ്റ് നോക്കുമ്പോ രുക്മിണി കൃഷ്ണന്മാരെ തേരിൽ പോകാൻ തയ്യാറായി നിൽക്കണം. രുക്മിണിക്ക് ഇതൊക്കെ സത്യമാണോ എന്ന് പോലും മനസ്സിലാകുന്നില്ല. കാരണം എല്ലാം പെട്ടെന്നാണ്. പെട്ടെന്ന് വേണമെന്ന് പറയുമ്പോൾ ഒക്കെ പെട്ടെന്നാകണ്ടേ? അതിന് ബുദ്ധിമുട്ടാണ്. അപ്പോ പെട്ടെന്നായിരിക്കും വെള്ളത്തിലായിട്ട് ഇങ്ങനെ പോകുന്നുള്ളൂ. അതുകൊണ്ട് എല്ലാം അവിടെ പെട്ടെന്നായിരുന്നു, ഇവിടെ പെട്ടെന്നാണ്. എല്ലാം പെട്ടെന്നായിരുന്നു എന്ന് പറഞ്ഞു. ഇനി കല്യാണം വിചാരിച്ച 6 മണിക്ക് ശേഷം വിചാരിച്ച വരുന്നവരെ ഇവിടെ പോയ ആൾക്കാരുടെ കസേര മാത്രമേ കാണൂ. അപ്പൊ എന്തായാലും ആ രുക്മിണീകൃഷ്ണന്മാരെ എല്ലാവരും പ്രസാദം വാങ്ങാമല്ലോ. ഇവിടെ വന്നു പ്രസാദം വാങ്ങിയിട്ട്